ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അനില സുജിത്ത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾക്കിവിടെ സുഖം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു ബാൽക്കണി മേക്ക് ഓവർ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും എൻ്റെ കുട്ടി ഗാർഡൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. കുറേ ചെടികളൊന്നുമില്ല, കുറച്ച് ചെടികൾ. ഞങ്ങളിവിടെ വന്നിട്ടിപ്പോൾ ഏകദേശം 2 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ് കൂടുതലും. അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ ആരൊക്കെ ഇവിടെ വേര് പിടിക്കുകയോ ആവോന്ന്. അതുപോലെ തന്നെ കുറേ പേര് ഉണങ്ങിപ്പോയി. എന്നാൽ റെഡി ആയതിനെയൊക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് റീപോർട്ട് ചെയ്ത് സെറ്റാക്കാൻ നോക്കുക കേട്ടോ. ഈ മണ്ണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ എനിക്ക് കളയാൻ തോന്നുന്നില്ല. ഞാൻ അവിടുന്ന് ചാണകമൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്ന മണ്ണായിരുന്നു. അപ്പോൾ ഞാനത് കളയാതെ വെച്ചേക്കുവാണ്. പിന്നെ ഈ ചിരട്ട ഇങ്ങനെ വെക്കുന്നത് എനിക്ക് അമ്മ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ചെടി ഉണ്ടാക്കുന്ന സമയത്ത് ചട്ടിയിൽ അടിയിൽ ചിരട്ട കമഴ്ത്തി വെച്ചാൽ നല്ലതാണെന്ന് അമ്മ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയി. ഇനി ഞാനും ഒന്ന് ചെയ്ത് നോക്കട്ടെ. അമ്മ ഏതൊരു വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഞാൻ ആ മണ്ണിട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ അടുക്കളയിലുള്ള എഗ് ഷെല്ലും പഴത്തൊലിയും അതേപോലെ ചായപ്പൊടി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ചണ്ടിയില്ലേ, അത് ഉള്ളിത്തോല് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചിടും കേട്ടോ. പിന്നെ ഞാൻ മേതെ എന്താ പറയുക, നമ്മുടെ കൊക്കോപിറ്റ് ഇല്ലേ, കൊക്കോപിറ്റ് ചേർത്തിട്ട് ആ ഒരു മിക്സും ഇടും. അതാണ് എൻ്റെ പോട്ടി മിക്സ്. എന്നിട്ട് പിന്നെ ഞാൻ ഓരോ ചെടികളായിട്ട് അതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യാറ്. ഈ ചെടി അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തന്നായിരുന്നു. നിത്യകല്യാണിയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറേ പേര് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരൊക്കെ പറഞ്ഞു. പിന്നെ ശവക്കോട്ടപ്പൂവ്, വിങ്കാ റോസസ് അങ്ങനെയൊക്കെ കേട്ടോ, നല്ല നല്ല പേരുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറയുന്ന പോലെ ഓരോ ചെടിക്കും ഓരോ സ്ഥലത്ത് ഓരോ പേരുകളുണ്ട് അല്ലേ. ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുഷിയായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞങ്ങൾ ഗാർഡൻ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് ആ ഏരിയ ഒന്ന് അടിച്ച് തുടച്ചിട്ടിട്ടാണ് വീണ്ടും വെക്കുക കേട്ടോ. ഇവിടെയെന്ന് വെച്ചാൽ താഴെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് എപ്പോഴും പൊടിയാണ്. അതേപോലെ തന്നെ സൈഡിലൊരു സിമെൻറ്റ് മിക്സർ ഉണ്ട്. ആ ഒരു പ്ലാന്റ് ഉള്ളതുകൊണ്ടും ഇവിടെ എപ്പോഴും സിമെൻറ്റിൻ്റെയും കൂടെ പൊടി വരുന്നുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് തുടച്ചിട്ടിട്ട് ആ ഏരിയ ഒന്ന് അടിച്ച് തുടച്ചെടുക്കുകയാണ്. പിന്നെ SJ ഇവിടെ ഇതാ ഓരോ അരിമണിയും പെറുക്കിയെടുത്തു എന്ന് പറഞ്ഞ പോലെ എല്ലാ കറിവേപ്പിലയും തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണേ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇങ്ങനെ ചെയ്താൽ നമ്മൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ചെറുതിലേ തന്നെ ചെറുതായിട്ടൊക്കെ ചെടികളൊക്കെ നടുമായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ എൻ്റെ മുത്തശ്ശിയുടെ അടുത്തായിരുന്നു. അപ്പോൾ അമ്മമ്മ ഇങ്ങനെ പറയും, എന്തെങ്കിലും പച്ചമുളകോ വേറെ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്തൂടെ ഈ സമയം കൊണ്ട് എന്ത് കിട്ടാനാന്നൊക്കെ. പക്ഷേ ഓരോ ചെടിയും ഉണ്ടായി വന്നിട്ട് അതൊരു പൂവിടുന്ന സമയത്തുള്ളൊരു സന്തോഷം, അത് അത്രയും ചെടികളെ സ്നേഹിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് ഞാൻ ഇവിടുന്ന് മേടിച്ച കേട്ടോ. പണ്ടൊക്കെ ചെടി പൈസ കൊടുത്ത് വാങ്ങാന്ന് പറഞ്ഞാൽ കൊല്ലുന്നതിന് സമയമായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് വേറെ എത്ര അത്യാവശ്യങ്ങളുണ്ടെന്നാ പറയാം. ഇപ്പോഴാണെങ്കിൽ പിന്നെ നമുക്ക് നാട്ടിലായാലും എല്ലായിടത്തും ഇഷ്ടം പോലെ നഴ്സറികളും അതേപോലെ തന്നെ വെറൈറ്റി പ്ലാന്റ്സും കിട്ടും. ശരിക്കും നമ്മുടെ മനസ്സിനൊക്കെ സന്തോഷം തരുന്ന കാര്യം കേട്ടോ. നമ്മളൊരു ചട്ടിയിൽ ഒരു ചെടിയെ നട്ടു അതിങ്ങനെ വളർന്നു വരുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങാനും നോക്കണ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനും പിന്നെ അത് പൂവിടുന്നതും പൂവൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇതാണ് ഇന്നത്തെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.